ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അധികം സംസാരിക്കുന്നതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എൻ്റെ വോയിസിന് ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചാൾ വീഡിയോസ് ഇടാത്തത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നേരിട്ട് വന്നിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പിക്ക് ഔട്ട് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എസ് സിസ്റ്റം. വെബറാണ് ആൻസർ. പോളറൈസേഷൻ ഓഫ് ലൈറ്റ് പ്രൂവ്സ് ദാറ്റ് ലൈറ്റ് ഇസ് എ ട്രാൻസ്വേഴ്സ് വേവ്. സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ എ മീഡിയം ഇസ് ലെസ് ദാൻ ദാറ്റ് ഇൻ വാക്വം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫോർ ദ സെറ്റ് ഓഫ് ചാർജസ് എന്ന് പറയുന്നത് ആൻസർ വരുന്നത് സി ആണ്. അതായത് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 × Q ആണ്. അപ്പം നെറ്റ് ചാർജ് എന്ന് പറയുമ്പം ഇതിനെല്ലാത്തിനെയും കൂടെ നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ കിട്ടുന്നത് +3Q എന്നാണ് കിട്ടുക. ഡിവൈഡ് ബൈ ഈ മീഡിയത്തിലാകുമ്പോൾ നമ്മൾ എപ്സിലോൺ എന്നാണ് കൊടുക്കേണ്ടത്. എപ്സിലോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ε0 εr ആണ്. εr ആണ് തന്നിരിക്കുന്നത് 80 ആണെന്ന്. അപ്പം 80 ε0 ഇതാണ് ഇക്വേഷൻ കേട്ടോ. Phi is equal to +3Q ഡിവൈഡഡ് ബൈ ε0 εr. εrൻ്റെ വാല്യൂ 18 തന്നിട്ടുണ്ട്. A concave lens is also known as a diverging lens. Temperature coefficient of resistivity for a conductor is positive ആണ്. Efficiency of a transformer is the ratio of output power to input power എന്ന് പറയുന്നത് ആൻസർ ട്രൂ ആണ്. ഡിഫൈൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഞാനിവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. ദ സ്പേസ് അറൗണ്ട് എ ചാർജ് വെയർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫോഴ്സസ് എക്സ്പീരിയൻസ്ഡ്. അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ. ഡിഫൈൻ ചെയ്താൽ മാത്രം മതി. എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അധികം പേര് എഴുതിയിട്ടുണ്ടാവണം. എന്താണ്? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് അല്ലേ. ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരുപാടുണ്ട്. ദ ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പിന്നെ എന്താണ്? നോ ടു ലൈൻസ് ഓഫ് ഫോഴ്സ് ഇന്റർസെക്ട് ഈച്ച് അതർ. അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഏതെങ്കിലുമൊക്കെ എഴുതുക. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡെഫിനിഷൻ. ഇതൊക്കെ തിയറി ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. നോക്കിക്കോളാം. അല്ലെങ്കിൽ തിയറി നോട്ട്സ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിനകത്തേക്ക് ചോദിച്ചാൽ മതി. റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. 1/4πε0 × P cos θ/r². P cos θ/r² ആണ് കേട്ടോ. ഇക്വിറ്റോറിയൽ ലൈൻ വരുമ്പോൾ θ 90 ഡിഗ്രി വരുന്നത് കൊണ്ട് നമ്മുടെ V വരുന്നത് 0 ആയിരിക്കും. ആക്സിയൽ ലൈനിൽ θ 0 ഡിഗ്രി ആണ്. അപ്പോൾ V എന്ന് പറയുന്നത് 1/4πε0 × P/r² ആണ്. ദെൻ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ടു പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിയിങ് കറണ്ട്. അതായത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഇതാണ്. μ0/2π × I1 I2/r ആണ്. ഓക്കെ, ദെൻ സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് 0. The net magnetic flux through any closed surface is 0. That is closed integral of B dot ds is equal to 0. ഇനി ഒരു ബാർ മാഗ്നറ്റിനെ നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ വീണ്ടും വരയ്ക്കുക. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് വരും, ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് വരും അല്ലേ. 2 ഡിഫറെൻറ്റ് മാഗ്നറ്റ്സ് ആയിട്ട് കിട്ടും. ഇനി സ്റ്റേറ്റ് സ്നെൽസ് ലോ ഇൻ റിഫ്രാക്ഷൻ. എന്താണ് സ്നെൽസ് ലോ? സൈൻ ഐ ബൈ ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് എ കോൺസ്റ്റന്റ് ദാറ്റ് ഇസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. That is sin I by sin r is equal to n2/n1. Show that light ray bends towards normal when it travels from rarer to denser medium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട, നമുക്കറിയാം റേറിൽ നിന്നും ഡെൻസറിലേക്ക് പോകുമ്പം ലൈറ്റ് റേ നോർമലിൻ്റെ അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെക്കാട്ടിലും കൂടുതലായിരിക്കും. നമ്മൾ അത് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മുടെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം. നമുക്കറിയാം sin I by sin r is equal to n2/n1 ആണ് അല്ലേ. ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ n2 ഗ്രേറ്റർ ആ. അപ്പോൾ sin I by sin r എന്ന് പറയുമ്പോൾ n2 ഗ്രേറ്റർ ആണ് n1-നെക്കാട്ടിലും. അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ഗ്രേറ്റർ ആകുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് കിട്ടുക. അതായത് sin I എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ sin r ആയിരിക്കും. therefore I is greater than r എന്ന് നമ്മൾ പ്രൂവ് ചെയ്താലാണ് ഈ ബിയുടെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഡിഫൈൻ ചെയ്യാനായിട്ട് Phi is equal to L × I ആണ്. അപ്പം നമുക്ക് I 1 ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ Phi is equal to L എന്ന് കിട്ടും. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് ദ കോയിൽ വെൻ യൂണിറ്റ് കറണ്ട് ഇസ് പാസ് ത്രൂ ഇറ്റ്, അല്ലെങ്കിൽ വെൻ 1 ആംപിയർ കറണ്ട് ഇസ് പാസ് ത്രൂ ഇറ്റ്. ഓക്കെ, ഇനി ഡിഫൈൻ 1 ഹെൻറി ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നതും
എന്താണ് 1 ഹെൻറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇക്വേഷനിൽ തന്നെ നമുക്ക് ചെയ്യാം. അവിടെ ഫൈ എന്ന് പറയുന്നത് 1 വെബർ എന്നും ഐ എന്ന് പറയുന്നത് 1 ആംപിയർ എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് L = 1 ഹെൻറി കിട്ടും. ഇങ്ങനെ എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് when 1 ആംപിയർ current is passed through a coil of magnetic flux 1 weber, then the self inductance of the coil is 1 henry. Okay. ഇനി match the following. Purely inductive ആകുമ്പോൾ current lags behind the voltage ആണ്. Purely capacitive current leads the voltage ആണ്. Purely resistive എന്ന് പറഞ്ഞാൽ voltage and current are in same phase ആണ്. Series LCR ആകുമ്പോഴത്തേക്കും current may lag, lead or in phase with the voltage. അടുത്തത് what is total internal reflection? When light ray moves from a denser medium to rarer medium, then if angle of incidence is greater than critical angle, then the ray ray reflects back into the same medium. That is called total internal reflection. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് റേ ഡെൻസറിൽ നിന്നും റെയറിലേക്ക് പോകണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. ഡിഫൈൻ ലോറൻസ് ഫോഴ്സ്. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ charged particle when it is placed in both electric field and magnetic field. That is equation is F is equal to QE plus Q into V cross B. E എന്താണെന്നൊക്കെ എഴുതണം കേട്ടോ. അതായത് Q എന്ന് പറയുന്നത് ചാർജ് പാർട്ടിക്കിളാണ്, ചാർജ് ഓഫ് ദ പാർട്ടിക്കിളാണ്. E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിളാണ്. B is the magnetic field. Compute the magnitude of magnetic field of a long straight conductor wire carrying a current of 1 ampere at a distance of 1 meter from it. B is equal to mu 0 by 2 pi into I by R ആണ്. mu 0 by 2 pi യുടെ വാല്യൂ എന്ന് പറയുന്നത് 2 into 10 - 7 ആണ്. അതായത് mu 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 pi into 10 - 7 ആണ് കേട്ടോ. 4 pi into 10 - 7 ഡിവൈഡ് ബൈ 2 pi എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 2 into 10 - 7 അല്ലേ? ഇൻറ്റു കറണ്ട് 1 ആംപിയർ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസും 1 ആണ്. അപ്പം 1 കട്ടായി 2 into 10 - 7. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്താണ്? ടെസ്ല, ക്യാപിറ്റൽ T എന്ന് കൊടുക്കുക. വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? When the magnetic flux linked with the coil changes and EMF is induced in the coil, this phenomenon is known as electromagnetic induction. Equation തന്നിട്ടുണ്ട്. I is equal to 77 sin 314 T എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഇതാണ്. I is equal to I0 sin omega T ആണ് മക്കളെ ഇക്വേഷൻ. എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? പീക്ക് കറണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്താൽ മതി. ഐസോയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 77. സോ വാട്ട് ഈസ് ദ പീക്ക് കറണ്ട്? വാല്യൂ ഓഫ് കറണ്ട് 77 ആംപിയർ. ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഒമേഗയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഒമേഗയുടെ സ്ഥാനത്ത് തന്നിരിക്കുന്നത് 314 ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 314. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ 2 pi f is equal to 314. F is equal to 314 divided by 2 pi ചെയ്താൽ പോരെ? 314 by 2 pi എന്ന് പറഞ്ഞാൽ 2 into 3.14 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി കിട്ടുക 50 ഹെർട്സ് ആണ്. അടുത്തത് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/50 ആണ് അല്ലേ? 1 റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി ആണ് ടൈം പീരീഡ്. അപ്പോൾ 1/f ആണ്. 1/f എന്ന് പറഞ്ഞാൽ 1/50 ആണ്. 1/50 എന്ന് പറയുന്നത് 0.02 സെക്കൻഡ്സ് ആണ് ടൈം പീരീഡിൻ്റെ ആൻസർ. ലാസ്റ്റ് ഇത് ഞാനൊന്ന് റബ്ബ് ചെയ്യുവാണേ, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ I is equal to I0 sin omega T ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ I0യുടെ പകരം 77 സൈൻ ഒമേഗയ്ക്ക് പകരം 314 ഇൻറ്റു ഈ Tക്ക് പകരം 2 കൊടുത്താൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ സൈൻ 314, അപ്പോൾ സൈൻ 628 ചെയ്യുക. 77 ഇൻറ്റു സൈൻ 628 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അത് ഞാൻ ചെയ്ത് ആൻസർ നോക്കാൻ വിട്ടുപോയി, സോറി. അത് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ നോൺ മെക്കാനിക്കൽ വേവ്സ്. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ റിക്വയർ എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഒരു മീഡിയം ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ദേ ആർ നോൺ മെക്കാനിക്കൽ വേവ്സ്. ഇനി ഇതിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഏറ്റവും ഫ്രീക്വൻസി കുറവുള്ളത് റേഡിയോ വേവ്സിനാണ്, പിന്നെ മൈക്രോവേവ്സിനാണ്, പിന്നെ എക്സ്റേക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്നത് ഗാമ റേയിനാണ്. ഡിഫൈൻ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഇതാണ് ഇക്വേഷൻ. കൈ ഈസ് ഈക്വൽ ടു M/H ആണ്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ വരുന്ന ഒരു പോർഷനാണിത് കേട്ടോ. ഗിവ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. അതായത് ഡയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫീബിൾ മാഗ്നറ്റൈസേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് എന്താണ് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. ഫീബിൾ മാഗ്നറ്റൈസേഷൻ ആണ്. ഇഫ് ഇറ്റ് ഈസ് പ്ലേസ് ഇൻ ദ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് മൂവ്സ് ഫ്രം ദ സ്ട്രോങ്ങർ പാർട്ട് ടു വീക്കർ പാർട്ട്. ഫെറോ മാഗ്നറ്റിക് ആണെങ്കിൽ സ്ട്രോങ് മാഗ്നറ്റൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇഫ് ഇറ്റ് ഈസ് പ്ലേസ് ഇൻ ദ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് മൂവ്സ് ഫ്രം ദ വീക്കർ ടു സ്ട്രോങ്ങർ പാർട്സ്. അപ്പോൾ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് മാഗ്നറ്റൈസേഷൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഒക്കെ വെച്ചിട്ട് ഒരു ടേബിൾ ഉണ്ട്, നമ്മുടെ നോട്ടിനകത്തുണ്ട്. വീണ്ടും പറയണം, നോട്ട് ആവശ്യമുള്ളവർ മിസ്സിൻ്റെ വാട്സപ്പിലേക്ക് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം കേട്ടോ. വാട്ട് ഈസ് പോളറൈസേഷൻ? പോളറൈസേഷൻ വേവ് ഓപ്റ്റിക്സിൽ വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പോളറൈസേഷൻ എന്ന് പറയുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു പോളറൈഡിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ, ഒരു ടൂർമലൈൻ ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന വേവിൻ്റെ ഇതെന്തായിരിക്കും? പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. അതായത് അൺപോളറൈസ്ഡ് ലൈറ്റ് ഇസ് പാസ് ത്രൂ എ ടൂർമലൈൻ ക്രിസ്റ്റൽ, ഇറ്റ് ബിക്കംസ് പോളറൈസ്ഡ്. ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് പോളറൈസേഷൻ. എനി ടു ആപ്ലിക്കേഷൻസ് ഓഫ് പോളറോയിഡ്സ്, ഏത് ആപ്ലിക്കേഷൻ എഴുതാം. സൺറൈസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളറോയിഡ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ 3Dയിൽ യൂസ് ചെയ്യാറുണ്ട്, ഹോളോഗ്രാംസിൽ യൂസ് ചെയ്യാറുണ്ട്, ഒരുപാടുണ്ട്. ഇനി സ്റ്റേറ്റ് മാലസ് ലോ. മാലസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻറ്റൻസിറ്റി ഓഫ് ദ എമർജൻറ്റ് ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ analyzer is directly proportional to the square of cosine of the angle between the polarizer and the analyzer. ഇങ്ങനെ രണ്ട് ടൂർമലൈൻ ക്രിസ്റ്റൽ ഇങ്ങനെ വെക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യിക്കുവാണ്. ഈ പോളറൈസറിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പം ഇത് പോളറൈസ്ഡ് ആകും. അത് അനലൈസറിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പം വരുന്ന ലൈറ്റാണ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഈ അനലൈസറും പോളറൈസറും നമ്മൾ പാരലായിട്ടാണ് വെക്കുന്നതെങ്കിൽ പുറത്തേക്ക് വരുന്ന ലൈറ്റ് മാക്സിമം കിട്ടും. അനലൈസറും പോളറൈസറും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ അവിടെ തീറ്റ 90 ഡിഗ്രി ആകും. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. കോസ് 90 0 അല്ലേ? ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും എഴുതണ്ട. മാലസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ എമർജിങ് ലൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കൊസൈൻ ഓഫ് ദ ആംഗിൾ between the polarizer and the analyzer. എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു I0 cos square theta. I0 എന്ന് പറയുന്നതാണ് മാക്സിമം വാല്യൂ ഓഫ് intensity of light കേട്ടോ. What is resonance in LCR circuit? When inductive reactance becomes equal to capacitive reactance, the circuit is in a resonant condition. Obtain the expression for the resonant frequency. നമുക്ക് F is equal to 1/2 into root of LC എന്ന് പറയുന്ന കിട്ടുന്ന ഇക്വേഷൻ ഇല്ലേ, അതിൻ്റെ ഡിറൈവ് ചെയ്യുക. അതായത് XL is equal to XC ആണ്. അപ്പോൾ L omega is equal to 1/C omega ആണ് അല്ലേ. ഈ ഒമേഗ സ്ക്വയർ ഇങ്ങോട്ടേക്ക് ആക്കുക. ഒമേഗ സ്ക്വയർ is equal to 1/LC എന്ന് കിട്ടും. ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് ഒമേഗ എടുക്കാനാണെങ്കിൽ ഒമേഗ is equal to 1/root of LC ആണ്. ഒമേഗയ്ക്ക് വരെ നമ്മൾ 2πf കൊടുക്കുക. ദാറ്റ് ഈസ് 1/root of LC ആണ്. അപ്പോൾ F is equal to എന്താ കിട്ടുക? 1/2π into root of LC എന്ന് കിട്ടും. അതാണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്. Then in the following current frequency graph at resonance, which curve has lowest resistance? അപ്പോൾ റെസണൻസിൽ നമുക്ക് എന്താണ്? റെസണൻസ് സർക്യൂട്ടിൽ ഇമ്പിഡൻസും റെസിസ്റ്റൻസും ഈക്വലാണ്. Z ഈക്വൽസ് R ആണ്. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ LCR സർക്യൂട്ടിനെയാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്, Z എന്ന് പറയുന്നത്. ഈ കറണ്ട് മാക്സിമം വരണമെങ്കിൽ ഇമ്പിഡൻസ് കുറവായിരിക്കണം അല്ലേ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കണം. അപ്പോൾ റെസിസ്റ്റൻസ് കുറവ് ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ കറണ്ട് വന്നിരിക്കുന്നത് ആർക്കാണ്? R1 റെസിസ്റ്റൻസിനല്ലേ. അപ്പോൾ R1-നാണ് എന്ത് റെസിസ്റ്റൻസ് ഏറ്റവും, മനസ്സിലായോ? ഓക്കെ, അടുത്തത് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് കറന്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡിഫൈൻ 1 ampere. When 1 coulomb of charge passes through a conductor in 1 second, then the current is 1 ampere. We are graph of a conductor. ഇത് തന്നെ ആയിരിക്കണം ചോദിക്കുന്നത് കേട്ടോ. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിലാണ് ഡീവിയേഷൻ ഫ്രം ഓംസ് ലോ ഒക്കെ വരയ്ക്കേണ്ടത്. ഇതിപ്പോൾ ഇങ്ങനെ വരച്ചാൽ മതി. എന്തൊക്കെ ഫാക്ടേഴ്സിനാണ് കണ്ടക്ടർ ഡിപ്പെൻഡ് ചെയ്യുക? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ, ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. What are the essential conditions for two light waves to be coherent? എന്തൊക്കെയാണ്? ഒന്ന്, സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം, സെയിം ഫ്രീക്വൻസി ആയിരിക്കണം, സെയിം ടൈം പീരീഡ് ആയിരിക്കണം. ഇനി ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് ആയിരിക്കണം. ഇങ്ങനെയുള്ള 2 വേവ്സ് മാത്രമേ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് തരത്തുള്ളൂ? ആ ഇൻ്റർഫറൻസ് നടക്കത്തുള്ളൂ. ഓക്കെ, ലിസ്റ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഇതൊക്കെ നമ്മുടെ നോട്ടിലുള്ളതാണ്. ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ആംപ്ലിറ്റ്യൂഡ്, ഇൻ്റർഫറൻസ് പാറ്റേണിലുള്ള വേവ്സിൻ്റെ എല്ലാ ആംപ്ലിറ്റ്യൂഡും സെയിം ആയിരിക്കും.
ദെൻ ഇൻറ്റൻസിറ്റി മറ്റേ ഡിഫ്രാക്ഷനകത്താണെങ്കിൽ സെൻട്രൽ ബാൻഡിനായിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരിക, താഴേക്ക് പോകുന്നതനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് കുറയും. പിന്നെ ഡബിൾ സ്ലിറ്റിൽ നിന്നും വരുന്ന 2 ഡിഫറെൻറ്റ് സ്ലിറ്റിൽ നിന്നും വരുന്ന വേവ്സ് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ഇൻ്റർഫറൻസ് കിട്ടുക. വേറാസ് ഡിഫ്രാക്ഷനകത്താണെങ്കിൽ സിംഗിൾ സ്ലിറ്റിൽ കൂടെ വരുന്ന വേവ്സ് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് ഡിഫ്രാക്ഷൻ കിട്ടുന്നത്. ഇതിൻ്റെ പാറ്റേൺ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരയ്ക്കേണ്ടത്. ഇത് ഇൻ്റർഫറൻസിൻ്റെ പാറ്റേണും ഇത് ഡിഫ്രാക്ഷൻ്റെ പാറ്റേണും. ഇത് നമ്മൾ ഐയും കൊടുക്കുക, പിന്നെ എന്താണ് കൊടുക്കേണ്ടത്, എക്സ് ആക്സിസിൽ നമ്മുടെ പാത്ത് ഡിഫറൻസ് വെച്ചിട്ടുള്ള വാല്യൂസും കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കപ്പാസിറ്റർ ഇസ് യൂസ് ടു സ്റ്റോർ ചാർജസ്. Write down the expression for capacitance of a parallel plate capacitor. C is equal to epsilon 0 A by D. Epsilon എന്ന് പറയുന്നത് epsilon 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് ആണ്. D is the separation between the plates ആണ്. ഇനി obtain the effective capacitance between P and Q in the following figure. അപ്പോൾ ഇവിടെ കപ്പാസിറ്റേഴ്സ് ഇതിൻ്റെ ഇടയിലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1ഉം 3ഉം എന്ന് പറയുന്നത് എന്താണ്, 1ഉം 3ഉം പാരലലാണ്. പാരലാകുമ്പോൾ നമുക്ക് സി പി ഈസ് ഈക്വൽ ടു C1 + C2 ആണ് കപ്പാസിറ്ററിൽ. അപ്പോൾ 1 + 3 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, അതിൻ്റെ സ്ഥാനത്ത് 4 മൈക്രോ ഫാരഡ് കിട്ടി അല്ലേ. അതുപോലെ 6ഉം 2ഉം എന്തുവാണ്, അതും പാരലായതുകൊണ്ട് 6 + 2 8 മൈക്രോ ഫാരഡ്. അപ്പോൾ ഇവിടെ ഒരു 4 ഉണ്ട്. പിന്നെ ഇവിടുത്തെ 6ഉം 2നും പകരം നമുക്ക് എന്ത് കിട്ടി, 8 മൈക്രോ ഫാരഡ് കിട്ടി. ഇവിടെ ഓൾറെഡി ഒരു 8 മൈക്രോ ഫാരഡ് ഉണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മൾ നേരത്തെ വരച്ച് ഇപ്പം നമ്മുടെ ഈ സർക്യൂട്ടിൻ്റെ സിംപ്ലിഫൈഡ് സർക്യൂട്ടാണിത്. ഇനി 4ഉം സീരീസിലല്ലേ, സീരീസിലാകുമ്പോൾ എന്താണ് 1/CS is equal to 1/C1 + 1/C2 ആണ്. പക്ഷേ ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് CS is equal to C/N എന്ന് എഴുതാം. സി എന്താണ് ഇവിടെ 4 അല്ലേ, 2 കപ്പാസിറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് 2, 4/2 is 2 മൈക്രോ ഫാരഡ്. അപ്പോൾ ഈ 2 എണ്ണത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഒറ്റ ഒരു എണ്ണം കൊടുക്കുക, ദാറ്റ് ഈസ് 2 മൈക്രോ ഫാരഡ്. ഇനി ഇവിടെ നോക്കൂ, 8ഉം ഇതുപോലെ തന്നെ കണ്ടുപിടിച്ചാൽ 8/2 4 മൈക്രോ ഫാരഡ് അല്ലേ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എത്ര കിട്ടി, ഇതിന് പകരം നമുക്ക് 4 മൈക്രോ ഫാരഡ് കിട്ടി. ഇനി അഗെയിൻ ഈ 2ഉം 4ഉം പാരലാണ്. അപ്പോൾ 2 + 4 എഫക്റ്റീവ് 6 മൈക്രോ ഫാരഡ് ആണ് ആൻസർ കേട്ടോ. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 6 മൈക്രോ ഫാരഡ്. ഡിഫൈൻ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് അറിയാലോ, വെൻ ലൈറ്റ് പാസസ് ത്രൂ എ മീഡിയം ഇറ്റ് എന്താണ് ഡിസ്പേർഷൻ സംഭവിക്കും അല്ലേ, ഇൻറ്റു ഇറ്റ് കോമ്പോസിറ്റ് കളേഴ്സ്, സ്പ്ലിറ്റിംഗ് ഓഫ് എ വൈറ്റ് ലൈറ്റ് ഇൻറ്റു ഇറ്റ്സ് കോമ്പണന്റ് കളേഴ്സ്. Derive the expression for the angle of deviation produced by a prism. D is equal to I1 plus I2 minus A derive A. And also നമ്മുടെ refractive index N is equal to sin A plus D by 2 by sin A by 2 ചെയ്യുക. What is motional EMF? The EMF produced in a conductor when it is moved perpendicular to the magnetic field. അതാണ് and equation E is equal to BLV ആണ്. With a knee diagram derive the expression for motional EMF. E is equal to BLV derive ചെയ്യുക. When aeroplanes move across the earth, a motional EMF is produced. Do you agree with the statement? Yes. ഒരു എയ്റോപ്ലെയിൻ ഇങ്ങനെ പോകുമ്പോൾ ഇത് പോകുന്നത് വെലോസിറ്റി ഇങ്ങോട്ടേക്ക് അല്ലേ, ആ ഒരു പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത് അതിൻ്റെ വിങ്സ് ഉണ്ടാവുക. അപ്പോൾ BLVയിൽ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ വിങ്സ് ആണ്, V എന്ന് പറയുന്നത് അത് പോകുന്ന ഡയറക്ഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒരു എയ്റോപ്ലെയിൻ പോകുന്നു, ആ പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിൻ്റെ വിങ്സ് ഉണ്ടാവുക അല്ലേ. B എന്ന് പറയുന്നത് എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ടു ദ എന്തായിരിക്കും, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ലെങ്ത് ഓഫ് ദ വിങ്സും വെലോസിറ്റി ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദ പ്ലെയിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ അവിടെ EMF ഉണ്ടാവും. ബിയും എല്ലും ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയാൽ മാത്രമേ അവിടെ EMF ഉണ്ടാകുകയുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ആൻസർ, കറക്റ്റാണ് കേട്ടോ. യെസ്. ഡിറൈവ് മിറർ ഇക്വേഷൻ 1/V + 1/U is equal to 1/F ഡിറൈവ് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ വരുന്നത് V is equal to -60 സെൻറ്റിമീറ്റേഴ്സ് ആണ് വരിക. U -20 സെൻറ്റിമീറ്റർ കൊടുക്കുക, F -15 സെൻറ്റിമീറ്റർ കൊടുക്കുക. മിറർ ഫോമിലാണ് 1/V + 1/U is equal to 1/F. F എന്താ, കോൺകേവ് മിറർ ആയതുകൊണ്ടാണ് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ്. സൈൻ കൺവെൻഷൻ കൊടുക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1/V കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ Vയുടെ ആൻസർ വരുന്നത് -60 സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ. അടുത്ത എന്താണ്, കുളുംസ് ലോ ചെയ്യുക. കുളുംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് കാണിക്കാനായിട്ട് ഫോഴ്സ് ആക്ടിങ് ഓൺ സെക്കൻഡ് ചാർജ് ബൈ ഫസ്റ്റ് ചാർജ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് ചാർജ് ബൈ സെക്കൻഡ് ചാർജ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ്. നമ്മുടെ നോട്ടിനകത്തുണ്ട് കേട്ടോ, അതിൻ്റെ പ്രൂഫ് ഉണ്ട് ഒബേ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഈ ഇക്വേഷൻ, അതായത് പ്രോട്ടോണും ഇലക്ട്രോണാണ് തന്നിരിക്കുന്നത്, ഇവരുടെ സെപ്പറേഷൻ തന്നിട്ടുണ്ട്. ഇതെന്ത് കണ്ടുപിടിക്കണം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F is equal to 1/4πε0 into Q1 Q2 by R² ആണ്. അപ്പം E into E
ബൈ ആർ സ്ക്വയർ. ഒരെണ്ണം നെഗറ്റീവാണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ് ഫൈനലി നെഗറ്റീവ് എന്ന് കൊടുക്കാം. കാരണം നമുക്കറിയാം പ്രോട്ടോണും ഇലക്ട്രോണും ആണെങ്കിൽ അട്രാക്ഷൻ ആണ്. അപ്പം മൈനസ് വരുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്, നമ്മൾ പിന്നെ നെഗറ്റീവാണെന്നാണ്. പക്ഷേ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതിയെങ്കിൽ F is equal to 9.113 × 10⁻⁻18 ന്യൂട്ടൺ ആണ് മിസ്സിന് കിട്ടിയത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആൻസർ. എന്തായാലും ഇതാണ് ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ട്രാൻസ്ഫോമർ ടേൺ റേഷ്യോ, അതായത് EP/E is equal to NP/NS എന്നുള്ളത് പ്രൂവ് ചെയ്യുക. NP/NS ആണ് നമ്മുടെ ടേൺ റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ ഇത് ചെയ്യുക, എന്താണ് S/EP is equal to NS/NP ചെയ്യുക. അതിനകത്ത് നമുക്ക് NS കണ്ടുപിടിച്ചാൽ മതി അല്ലേ. NS is equal to എന്താ കിട്ടുക? ES NP/EP. ഇത് ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കിട്ടും കേട്ടോ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. ES എന്ന് പറയുന്നത് 240 × NP is 4000 ഡിവൈഡഡ് ബൈ EP is 2400. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൻസർ കീ. നിങ്ങൾ എവിടെയെങ്കിലും മിസ് ഫാസ്റ്റായിട്ട് പറഞ്ഞപ്പോൾ എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണേ, നമ്മളത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ ചാനലിൽ ഇനിയുള്ള ക്ലാസ്സസൊക്കെ ഉണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ പറയാം.